നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രാമായണ ചിന്തകൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. രാമായണ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ നാം കടന്നുപോയപ്പോൾ ഏത് പ്രതിസന്ധികളുടെ മുന്നിലും എത്രയോ വലിയ ദുഃഖങ്ങളുടെ മുന്നിലുമൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവയെ അഭിമുഖീകരിക്കുന്ന, അവയെ നേരിടുന്ന കൃഷ്ണനെയാണ് നാം കണ്ടത്. രാമായണത്തിലേക്ക് കടന്നു വരുമ്പോൾ വാൽമീകിയുടെ രാമൻ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സമചിത്തതയോടുകൂടി നേരിടുന്നതായി നാം കാണാം. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ചിലപ്പോഴൊക്കെ മാനുഷിക വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതായും രാമായണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. പട്ടാഭിഷേകത്തിന് തയ്യാറായ രാമൻ, പട്ടാഭിഷേകത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു വന്ന രാമൻ ആ പട്ടാഭിഷേക ദിനത്തിൽ കേൾക്കുന്നത്, ശ്രവിക്കുന്നത് പിതാവിന്റെ ആഗ്രഹം രാമൻ വനത്തിൽ പോകണമെന്നും പിതാവിന്റെ നിശ്ചയം രാമൻ കാട്ടിലേക്ക് പോകണമെന്നും ഭരതനാണ് രാജ്യം എന്നുമുള്ള കൈകേയിയുടെ വാക്കുകളാണ്. പിതാവ് നേരിട്ട് രാമനോടത് പറയുന്നില്ല. കൈകേയിയാണ് രാമനോട് പിതാവിന്റെ ആഗ്രഹമായി ഈ കാര്യം പറയുന്നത്. തന്റെ പിതാവ് അദ്ദേഹത്തിന് ഒരു വാഗ്ദാന ലംഘനം ഉണ്ടാകരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ശ്രീരാമൻ അവർ സമചിത്തതയോടുകൂടി അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ് രംഗത്ത്. പിതാവിന് ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ് വനത്തിലേക്ക് പോകാൻ. തന്റെ പിതാവിന് ഒരു അപമാനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥ പുത്രന്റെ ഒരു ഭാവമാണ് ശ്രീരാമൻ അവിടെ പ്രകടിപ്പിക്കുന്നത്. പൊന്നാഗമാകും നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ, പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ ആരാണോ അവനാണ് പുത്രൻ. ആ വാക്യങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ശ്രീരാമൻ അവിടെ അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ശ്രീരാമൻ ശോഭാകുലനാകുന്നില്ല, കോപമുണ്ടാകുന്നില്ല. കൈകേയി അമ്മയുടെ വാക്കുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുകയാണ് രാമൻ. രാമന്റെ വനവാസ വാർത്ത അറിഞ്ഞ് ദുഃഖിതയായ മാതാവ് കൗസല്യയെ ആശ്വസിപ്പിക്കുന്ന പിതാവിന്റെ വാക്ക് പാലിക്കേണ്ടത് പുത്രന്റെ കടമയാണെന്നും 14 കൊല്ലത്തെ വനവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിക്കൊള്ളാമെന്നും പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുന്ന, പിതാവിന്റെ നിർദ്ദേശം കേട്ട് വേണ്ടി വന്നാൽ പിതാവിനെ ജയിലിൽ പോലും അല്ലെങ്കിൽ തടവിൽ പോലും കൊണ്ടുവന്ന് ഇടുവാൻ തയ്യാറായി നിൽക്കുന്ന, അത്രയും കോപാകുലനായി നിൽക്കുന്ന ലക്ഷ്മണനെ പുത്രധർമ്മവും ഈ ലോകത്തിന്റെ നശ്വരതയും ഒക്കെ കാണിച്ചു കൊണ്ടു കൊടുക്കുന്ന ഉപദേശം, ലക്ഷ്മണോപദേശം നമുക്ക് അയോധ്യാകാന്ഡത്തിൽ കാണാൻ സാധിക്കും. പിന്നീടും ലക്ഷ്മണൻ ഉപദേശിക്കുന്ന രംഗങ്ങൾ രാമായണത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്ന ശ്രീരാമനെ നമുക്ക് കാണുകയാണ്. യഥാർത്ഥ ഒരു പുത്രൻ ആരായിരിക്കണം? ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം. ഏത് പുത്രന്മാർ അത് കേൾക്കും? ഭാരതത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയെ തടവിലിട്ട് രാജഭരണം കൈക്കലാക്കിയ ഔറംഗസേബുകളാണ് ഇന്നത്തെ ജൻസി പുത്രന്മാർ. ഒരിക്കലും ഇത്രയും ഒരു ത്യാഗം ശ്രീരാമൻ ചെയ്ത പോലെ ത്യാഗം ചെയ്യുവാൻ മജ്ജയും മാംസവും ഉള്ള പുത്രന്മാർ അല്ലെങ്കിൽ മനുഷ്യർക്ക്, വളരെ നിസ്സാര മനുഷ്യർക്ക് മാത്രമേ സാധിക്കൂ. കൂടുതലും ആ അച്ഛന്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിർദ്ദേശം അനുസരിക്കാതിരിക്കുന്ന പുത്രന്മാരുള്ള സമൂഹമാണ് നമ്മളിത് കാണുന്നത്. അവിടെയാണ് യഥാർത്ഥ പുത്രധർമ്മം കാണിച്ചുകൊണ്ട് രാമായണത്തിൽ ശ്രീരാമന്റെ ഈ പ്രകടനത്തിലൂടെ, ശ്രീരാമന്റെ ഈ ഭാവത്തിലൂടെ, ശ്രീരാമന്റെ തീരുമാനത്തിലൂടെ യഥാർത്ഥ പുത്രധർമ്മം ശ്രീരാമൻ അവിടെ നമ്മളെ കാണിച്ചു തരികയാണ്. ലക്ഷ്മണനുമായി വനവാസത്തിന് പോകുന്നു ശ്രീരാമൻ. സന്തോഷകരമായി വനവാസ ജീവിതം, പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുനി ശ്രേഷ്ഠന്മാരുടെ ആ സൽക്കാരവും ഒക്കെ അനുഭവിച്ച് വളരെ സന്തോഷത്തോടുകൂടി വനവാസം ജീവിതം നയിക്കുമ്പോഴാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നത്. തന്റെ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമൻ അന്വേഷിച്ചു പോകുന്ന രംഗം രാമായണത്തിൽ വളരെ മനോഹരമായി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ സീതയെ കണ്ടുവോ എന്ന് മൃഗങ്ങളോടും വൃക്ഷലതാദികളോടും ചോദിക്കുന്ന, വിലപിച്ചുകൊണ്ട് ചോദിക്കുന്ന, മാനുഷികമായ വികാരങ്ങളെല്ലാം പ്രകടിപ്പിച്ച് ഒരു ദൈവത്തിന്റെ അവതാരമെന്നോ ഭഗവാന്റെ അവതാരമെന്നോ തോന്നിപ്പിക്കാത്ത തരത്തിൽ മാനുഷിക വികാരങ്ങളെല്ലാം പ്രകടിപ്പിച്ച് ഭാര്യയെ അന്വേഷിച്ച് വിലപിച്ചു പോകുന്ന ശ്രീരാമൻ യഥാർത്ഥ ഭർത്താവിന്റെ സ്നേഹം, യഥാർത്ഥ ഭർത്താവിന്റെ കടമ അവിടെ നമ്മളെ കാണിച്ചു തരികയാണ്. പിന്നെ നമുക്ക് ശ്രീരാമന്റെ മറ്റൊരു രംഗം കാണുന്നത്
രാവണനെ വധിച്ചതിന് ശേഷം സീതയെ കണ്ടെത്തി കഴിയുമ്പോൾ അവിടെ ശ്രീരാമൻ ഭർത്താവ് മാത്രമല്ല ആകുന്നത്, ഒരു ഭരണാധികാരി കൂടിയാകുകയാണ്. രണ്ട് മുഖങ്ങളാണ് ശ്രീരാമനെ നമുക്കപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഭരണാധികാരിയുടെയും ഭർത്താവിന്റെയും. തന്റെ ഭാര്യ പതിവ്രതയാണെന്നും തന്റെ ഭാര്യ വിശുദ്ധയാണെന്നും ശ്രീരാമൻ അറിയാമെങ്കിലും താൻ രാജാധികാരം ഏറ്റെടുക്കാൻ പോകുന്ന രാജാവ് എന്ന നിലയിൽ തന്റെ ഭാര്യ പതിവ്രതയാണെന്ന്, തന്റെ ഭാര്യ വിശുദ്ധയാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഭരണാധികാരിയുടെ മുഖവും, അതോടൊപ്പം തന്നെ താൻ കൂടെ ജീവിക്കേണ്ട തന്റെ പട്ടമകർഷിയാകേണ്ട ഭാര്യ പതിവ്രതയാണെന്നും ബോധ്യപ്പെടുത്തേണ്ട ഭർത്താവിന്റെയും മുഖം അവിടെ ശ്രീരാമനെ കാണുകയാണ്. സീതയോട് അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാകുവാൻ ശ്രീരാമൻ ആവശ്യപ്പെടുകയാണ്. ലക്ഷ്മണൻ അടക്കമുള്ളവർക്ക് അത് സഹിക്കുന്നില്ല. എങ്കിലും ഒരു ഭരണാധികാരിയുടെയും ഒരു ഭർത്താവിന്റെയും രണ്ട് മുഖങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഭാവമാറ്റം ശ്രീരാമനിൽ ആ രംഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. രാവണവധത്തിന് ശേഷം ലങ്കയുടെ രാജാവായി വിഭീഷണനെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ വിഭീഷണൻ ശ്രീരാമനോട് ആവശ്യപ്പെടുകയാണ്, ലങ്കയുടെ സുഖസൗകര്യങ്ങളിൽ കുറച്ചു ദിവസം താമസിച്ച്, തന്റെ അതിഥിയായി താമസിച്ച് ഈ സുഖഭോഗങ്ങൾ അനുഭവിച്ചതിന് ശേഷം അയോധ്യയിലേക്ക് പോകാം എന്ന് ശ്രീരാമനോട് പറയുമ്പോൾ ശ്രീരാമൻ ആ ക്ഷണം നിരാകരിക്കുകയാണ്. തന്നെ കാത്ത് തന്റെ സഹോദരനായ ഭരതൻ അവിടെ ഇരിക്കുകയാണ്. താൻ ഒരു ദിവസം പോലും വൈകിയാൽ തന്റെ സഹോദരൻ ജീവത്യാഗം നടത്തും, ജീവൻ വെടിയും. എനിക്ക് അത് സാധിക്കില്ല, എനിക്ക് ഉടൻ തന്നെ അയോധ്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിഭീഷണന്റെ അല്ലെങ്കിൽ ആതിഥ്യം നിരാകരിക്കുന്ന ശ്രീരാമനിൽ യഥാർത്ഥ സഹോദര സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരിയായി ശ്രീരാമൻ വന്നു. ഉത്തമനായ ഭരണാധികാരി അപവാദങ്ങൾക്ക് അതീതമായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ശ്രീരാമൻ തന്റെ പ്രജകളിൽ ഒരാൾ സീതയുടെ ചാരിത്രശുദ്ധിയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോൾ, അപവാദം ഉന്നയിച്ചപ്പോൾ താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന തന്റെ പ്രണയിനിയെ, താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന തന്റെ ഭാര്യയെ സീതയെ ഉപേക്ഷിക്കുന്ന ശ്രീരാമനെ നമുക്കവിടെ കാണാം. ഒരു ഭരണാധികാരി വ്യക്തിബന്ധങ്ങളെക്കാൾ രാജ്യത്തിന്റെ താല്പര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന ആ തീരുമാനം നമുക്ക് ശ്രീരാമന്റെ ഈ പ്രവൃത്തിയിലൂടെ കാണാൻ സാധിക്കും. ശ്രീരാമൻ നമ്മളെ കാണിച്ചു തരുന്നത്, ശ്രീരാമൻ നമ്മളെ അറിയിച്ചു തരുന്നത് യഥാർത്ഥ പുത്രസ്നേഹം, യഥാർത്ഥ ഭർത്തൃസ്നേഹം, ഭർത്താവിന്റെ കടമ, സഹോദര സ്നേഹം, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം. ഇത്തരം രംഗങ്ങൾ ശ്രീരാമൻ നമ്മളെ രാമായണത്തിലൂടെ കാണിച്ചു തരികയാണ്. നദികളും പുഴകളും പർവ്വതങ്ങളും ഉള്ളിടത്തോളം കാലം രാമായണവും രാമായണത്തിന്റെ പ്രസക്തിയും നിലനിൽക്കുമെന്ന വാചകം പോലെ സത്യവും ധർമ്മവും നീതിയും നിലനിൽക്കുവാൻ രാമനോടൊപ്പം രാമായണത്തിലൂടെ നമുക്ക് യാത്ര ചെയ്താൽ അവിടെ മഹാത്മാഗാന്ധി ആഗ്രഹിച്ച രാമരാജ്യം യാഥാർത്ഥ്യമാകും. ഈ കർക്കിടക മാസം രാമനോടൊപ്പം രാമായണത്തിലൂടെ വാൽമീകി മഹർഷി രചിച്ച, തുഞ്ചത്ത് എഴുത്തച്ഛൻ രചിച്ച രാമായണത്തിലൂടെ നമുക്ക് സത്യവും നീതിയും ധർമ്മവും കാത്തുസൂക്ഷിക്കാനുള്ള യാത്ര നടത്താം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.